ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ കേരള റാങ്ക് വന്നിട്ട് കുറേ ദിവസമായി എന്ന് എനിക്കറിയാം. അപ്പം ഈ വീഡിയോ എടുക്കാൻ ലേറ്റ് ആയതിന് സോറി. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്, നമുക്ക് ഏത് കോഴ്സിന് കിട്ടും, നമ്മൾക്ക് ഏത് കോളേജിൽ കിട്ടും. ഒരു ഭാഗത്ത് നമുക്ക് നല്ല ടെൻഷനായിരിക്കും, കാരണം നമുക്ക് നമ്മുടെ സ്കൂൾ ഡേയ്സ് അല്ലെങ്കിൽ സ്കൂൾ ഇയേഴ്സ് കഴിഞ്ഞു, നമ്മൾ ഇനി കോളേജിലേക്ക് എൻ്റർ ചെയ്യുവാണ്. നമ്മുടെ പുതിയ ലൈഫാണ്, നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് പ്രൊഫഷൻ ചെയ്യുക അതൊക്കെ ഡിസൈഡ് ചെയ്യുന്ന ടൈമാണ്. അപ്പൊ നമുക്ക് നല്ല ക്യൂരിയസ് ആയിരിക്കും, നല്ല ടെൻഷനും ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താന്ന് വെച്ചാല്, നിങ്ങളുടെ കേരള റാങ്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉദ്ദേശം എവിടെ കിട്ടും എന്നുള്ള രീതിക്ക് ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് ഉറപ്പിച്ച് പറയുന്നില്ല, ബട്ട് സ്റ്റിൽ ഈ വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കുറെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സും റാങ്കും ഒക്കെ അറിയാൻ, റാങ്ക് അല്ല കോഴ്സും കോളേജൊക്കെ ഉദ്ദേശം അറിയാൻ പറ്റുമായിരിക്കും. പിന്നെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഏത് കോളേജിൽ കിട്ടും അല്ലെങ്കിൽ ഏത് ഓർഡറിൽ കോളേജുകളിൽ കൊടുക്കണം എന്നുള്ള ഒരു വീഡിയോ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ബെസ്റ്റ് കോളേജസ് ഓർഡറിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ, ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ അടുത്ത പ്രാവശ്യം ചെയ്യുന്നതായിരിക്കും. അപ്പൊ ശരി, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാല്, നമ്മുടെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ആണ് ഇപ്പൊ വന്നിട്ടുള്ളത്. ഇനി ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് കീവിന്റെ, അതൊരു 29 അല്ലെങ്കിൽ 30 നമുക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരും. പക്ഷെ നിങ്ങൾ ഓർക്കണം, ഈ ചെറിയ അമെന്റ്മെന്റ്സ് ഒക്കെ വരുത്തിയിട്ടാണ് ഫൈനൽ വരിക എങ്കിൽ പോലും വലിയ ചേഞ്ചസ് ഒന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ പ്രൊവിഷണൽ തന്നെ നിങ്ങളുടെ റാങ്ക് ആയിട്ട് നിങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ പ്ലസ് അതിനകത്ത് നമുക്ക് ഫൈനൽ വരുമ്പോഴാണ് നമ്മുടെ കാറ്റഗറി റാങ്കും കേരള റാങ്കും ഒക്കെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഉള്ള ഡൗട്ട് ആയിരിക്കും, കാറ്റഗറി റാങ്ക് നിങ്ങൾ എപ്പോഴും കാണുന്നതാണ്, ഈ കാറ്റഗറി റാങ്കിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോന്ന്. അപ്പൊ ഈ കാറ്റഗറി റാങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കാറ്റഗറിയിൽ ഇപ്പൊ SC ആണേലോ OBC ആണേലോ ജനറൽ ആണേലോ EWS ആണേലോ നിങ്ങളുടെ കാറ്റഗറിയിലകത്ത് നിങ്ങൾ എത്രാമത്തെ റാങ്ക് എന്നാണ്. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട എന്താന്ന് വെച്ചാല്, ഓരോ കോളേജിലും അല്ലെങ്കിൽ ഈ ഒരു കോളേജസിൽ കാറ്റഗറി, ഇത്ര കാറ്റഗറിക്ക് ഇത്ര സീറ്റ് റിസർവ്ഡ് ആയിരിക്കും. അപ്പൊ ജസ്റ്റ് അത് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മുടെ ടീം റാങ്കിനനുസരിച്ചായിരിക്കും നമ്മുടെ എന്താ പറയാ ഫൈനലി നമുക്ക് അലോട്ട്മെന്റ് കിട്ടാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് ഓൾ ഇന്ത്യ കോട്ടന്റെ റിസൾട്ട് മിക്കവാറും ഒരു 3rd or 4th വൈകിട്ടൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഇനി കേരളന്റെ കാര്യം പറയുകയാണെങ്കിൽ, കേരളയിൽ ടോട്ടൽ 1750 ഗവൺമെന്റ് സീറ്റ്സ് ഉണ്ട്. അതിനകത്ത് ഞാൻ മുന്നേ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, 85% നമ്മുടെ സ്റ്റേറ്റ് കോട്ടയാണ്, 15% ഓൾ ഇന്ത്യക്ക് റിസർവ്ഡ് ആണ്. അതായത് വേറെ സ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് വേണ്ടി റിസർവ്ഡ് ആണ്. അപ്പം ഇത് പറയുമ്പം ഇനി നമ്മളെ റാങ്കുകൾ പറയാം. റാങ്കുകൾ എത്ര വരെ കിട്ടും. ഈ ജനറൽക്കാർക്ക് കേരള സെൽഫ് ഫിനാൻസിങ്ങിൽ ഒരു 10,000 വരെയൊക്കെ പോകുന്ന, ഒരു 10,000 വരെയൊക്കെ പോകുന്നതാണ്. മുസ്ലിം മൈനോറിറ്റി ആണെങ്കിൽ അതൊരു 11,500ഉം, ക്രിസ്ത്യൻ മൈനോറിറ്റി ആണെങ്കിൽ അതൊരു 12,500ഉം, EWSന് 14,000 വരെയും, SC കാറ്റഗറിക്ക് ഒരു 17,000 വരെയും, ആൻഡ് SC കാറ്റഗറി ST കാറ്റഗറിക്ക് ഒരു 26-27,000 വരെയൊക്കെയാണ് ലാസ്റ്റ് ഇയർ ഒക്കെ എടുത്തിട്ടുള്ളത്. അപ്പൊ എന്താന്ന് വെച്ചാല്, നിങ്ങൾ മുസ്ലിം മൈനോറിറ്റി ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല്, നിങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് കൂടുതലുള്ള, നിങ്ങളുടെ റാങ്ക് ഒക്കെ അനുസരിച്ച് ലാസ്റ്റ് റാങ്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് കോളേജിനകത്ത് നിങ്ങൾക്ക് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള കോളേജസ് വെക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ, ഫസ്റ്റ് അലോട്ട്മെന്റിലൊക്കെ ഒരു പക്ഷെ കിട്ടിയെന്ന് വരും. അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ അടുത്ത അലോട്ട്മെന്റ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി പറയേണ്ട കാര്യം എന്താന്ന് വെച്ചാല്, ഇനി അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്. ഞാൻ കഴിഞ്ഞ ഒരു അലോട്ട്മെന്റിന്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഓൾ ഇന്ത്യയിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയാലും നിങ്ങൾക്ക് ഫ്രീ എക്സിറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഫ്രീ എക്സിറ്റ് ഇല്ല. നിങ്ങൾക്ക് എവിടെയാണോ കിട്ടുന്നത്, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും നിങ്ങളുടെ അവിടെ പോയിട്ട് ഫീ ഒക്കെ അടച്ച് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ആൻഡ് അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മളൊരു 5,000 ആണ് നമ്മുടെ കേരളയിലെ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് പ്രോസസ്സിന് വേണ്ടി കൊടുക്കുന്നത്. അത് നമ്മുടെ ഫീന്ന് കുറയ്ക്കുകയാണ് ചെയ്യുക, അല്ലാതെ നമുക്കത് റീഫണ്ട് ഇല്ല ഓൾ ഇന്ത്യ പോലെ. ഇനി സെക്കൻഡ് റൗണ്ട് പിന്നെ എന്താന്ന് വെച്ചാൽ, സെക്കൻഡ് റൗണ്ടിലെ അലോട്ട്മെന്റിലാണ് നമുക്ക് അഗ്രികൾച്ചർ, ഹോമിയോ, ബി.ഫാം ആൻഡ് ഇതിനൊക്കെയുള്ള സെൽഫ് ഫിനാൻസിങ് ആൻഡ് ഗവൺമെന്റ് കോളേജസ് വരുന്നത്. അടുത്തത് നമുക്ക് BDSനെ കുറിച്ച് പറയാം. BDSൽ എന്താന്ന് വെച്ചാല്, നമ്മുടെ കേരളത്തില് 4,500 ഗവൺമെന്റ് സീറ്റ്സ് ആണ് ഉള്ളത്. ആൻഡ് സെൽഫിൽ 30,000, BDSൽ 4,500 റാങ്ക് വരെയൊക്കെ പോകുന്നതായിരിക്കും. ആൻഡ് സെൽഫില് 30,000 വരെയൊക്കെ പോകുന്നതായിരിക്കും. ഇതൊക്കെ സ്റ്റേറ്റ് മെറിറ്റ് ആണ്.
അഗ്രികൾച്ചറിനാണെങ്കിൽ ഒരു 11,000 വരെ പോവും. വെറ്റിനറിക്ക് ആണെങ്കിൽ 7,700. ആൻഡ് ആയുർവേദയ്ക്കാണെങ്കിൽ ഒരു 17,000 വരെ പോവും. ഹോമിയോക്ക് ആണെങ്കിൽ ഇതുപോലെ തന്നെ ഒരു 17,000 വരെയൊക്കെയാണ് റാങ്ക് എടുത്തിട്ടുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ കേരളയിലെ റാങ്ക് ഡീറ്റെയിൽസ്. ഇപ്പൊ നിങ്ങൾക്ക് ഉദ്ദേശം മനസ്സിലായി കാണില്ലേ, നിങ്ങൾക്ക് എവിടെ ഏത് റാങ്കിൽ ഏത് കോഴ്സിന് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന്. ഇത് ലാസ്റ്റ് ഇയർത്തെ വെച്ചിട്ട് ഞാൻ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ്. അപ്പം ഈ വർഷം ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സീറ്റ് കൂടിയിട്ടുണ്ട് കുറച്ചൊക്കെ. അപ്പൊ ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്നാൽ പോലും ഇതൊന്നും വലിയ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പൊ ഇനി നിങ്ങൾക്ക് ഒരു ചെറിയ ക്യൂരിയോസിറ്റി ഒക്കെ കുറഞ്ഞ് ടെൻഷനൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം ഈ ചാനൽ. ആൻഡ് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ശരി, എന്നാൽ എല്ലാവർക്കും ടാറ്റാ.